ഹോട്ടലിന് പകരം ആ ബാലചന്ദ്രൻ ഇവിടെ ഇറച്ചിക്കട നടത്തിയിട്ട് ഞങ്ങൾ കൂടും കുടുക്കിയെടുത്ത് പെരുവഴിയിലേക്ക് ഇറങ്ങുന്നതായിരുന്നോ ചേച്ചിയുടെ സന്തോഷം? നല്ല പാൽപ്പായസം ഉണ്ടാക്കി വെച്ചാലും അതിലൊരു തുള്ളി മണ്ണെണ്ണ വീണാൽ അതിന്റെ കാര്യം തീരുമാനമാവും വല്യേച്ചി. ആ മണ്ണെണ്ണത്തുള്ളിയുടെ ജോലിയാ ഇപ്പൊ വല്യേച്ചി ചെയ്തോണ്ടിരിക്കുന്നെ. ഇതൊരു തുടക്കം മാത്രമോ ഭാമേ? വരാനിരിക്കുന്ന നിന്റെ പരാജയങ്ങളുടെ ഘോഷയാത്രകളുടെ തുടക്കമാ. ഭാമാന്റിയുടെ പരാജയം എന്ന് പറഞ്ഞ അതെന്റെയും പരാജയ. സത്യഭാമ ഈ സുസ്മിതയുടെ കയ്യിലെ വെറും ഒരു കരു മാത്രമല്ലേ, മക്കളോട് പടവെട്ടി മരിക്കാനുള്ള ഒരു ചാവേർ. എന്താ ബാലേന്ദ്ര? സുസ്മിക്കുട്ടി? സുസ്മിക്കുട്ടിന്നോ? ഏത് സുസ്മിക്കുട്ടി? സുസ്മി. ഈ സമയത്ത് ഇയാൾ എന്നോട് ഇങ്ങനെ പരിക്കനാറ്റി പെരുമാറല്ലേ? ഞാനാകെ തകർന്നിരിക്കുവാ. ഓ, ബാക്കി എല്ലാരും ഇവിടെ തളർത്ത് നിൽക്കുകയാണല്ലോ. നീ ഒറ്റ ഒരാളുടെ പിടിപ്പുകേട് കൊണ്ടാ എല്ലാം കൈവിട്ടു പോയത്. നീ എന്നോ? ബാലേന്ദ്ര, പഴയൊരു കഥയുണ്ട്. വടക്കംപാട്ടിലെ അരിങ്ങോടരുമായി ആരോമൽ ചേകവർ പുത്തരി അംഗത്തിന് പോകുമ്പോ ആരോമലിന്റെ പെങ്ങൾ ഉണ്ണിയാർച്ച തുണയ്ക്ക് പോകുന്ന ചന്തുവിനോട് പറഞ്ഞു, നേരാങ്ങള അംഗം ജയിച്ചു വന്ന ആർച്ച പിന്നെ ചന്തുവിന്റെ പെണ്ണായിരിക്കും. ചന്തുവിന്റെ ചന്തം കണ്ട് ഭ്രമിച്ചിട്ടൊന്നും അല്ല ആർച്ച അങ്ങനെ പറഞ്ഞത്. അത് വിചാരിച്ചെങ്കിലും ചന്തു ആരോമലിന്റെ ജീവൻ രക്ഷിച്ചോണ്ട് പോരട്ടെ എന്ന് കരുതിയാ. എന്നിട്ട് എന്തായി സുസ്മി? അയ്യോ, ബാലേന്ദ്രൻ ഇന്നലത്തെ പത്രം വായിച്ചില്ലേ? അംഗം ജയിച്ചെങ്കിലും ആരോമലിനെ ചന്തു കുത്തുവിളക്കിന്റെ തണ്ടുകൊണ്ട് കുത്തിക്കൊന്നു. അത് കഷ്ടമായി പോയല്ലോ. അവന്റെ ഒരു കഷ്ടം. ഞാൻ എന്തിനാ ഇപ്പൊ ഈ കഥ ബാലേന്ദ്രനോട് പറഞ്ഞെന്നറിയാവോ? ഇല്ല. ആ, ജന്മവാസനയും ജന്മഗുണവും മാറില്ലെന്ന് പറയാൻ വേണ്ടിയാ. ചന്തുവിനുണ്ടായത് ജന്മവാസനയാ. അയാൾക്ക് ചതിക്കാനും വഞ്ചിക്കാനും മാത്രമേ അറിയാവൂ. അതിലാ അയാളുടെ ആനന്ദം. ബാലേന്ദ്രന്റേത് ജന്മഗുണോ. കഴുത വിചാരിച്ച കടുവയോ പുലിയോ ഒന്നും ആവാൻ കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെ നിർബന്ധിച്ചു തന്നെ എന്റെ തെറ്റ്. മനസ്സിലായില്ല. നിന്നെ കൊണ്ട് പറ്റില്ല ബാലേന്ദ്ര. വിഷ്ണുവേട്ടനെതിരെ നീ കൂട്ടിയ കൂടില്ല ഒന്നും. നായയുടെ ജന്മോ നീ, വെറുതെ കുരയ്ക്കും. പക്ഷേ പുലിയെ കാണുമ്പോ വാലും ചുരുട്ടി ഓടി ഒളിക്കാനാ നിന്റെ വിധി. ഈ സുസ്മിതേ ഒരു റെയർ പീസാ. സിംഹവും പുലിയും കടുവയും ഒക്കെ കൂടെ ചേർന്നൊരു പീസ്. ആ സുസ്മിതയ്ക്ക് ഒരു കഴുത പുലിയോ മരപ്പെട്ടിയോ ഒന്നും മാച്ച് ആവില്ല. അതുകൊണ്ട് ബാലേന്ദ്ര, മേലാൽ സുസ്മിക്കുട്ടി ചക്കര എന്നൊക്കെ പറഞ്ഞ് എന്റെ ഫോണിലേക്ക് എങ്ങാനും വിളിച്ച നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. സുസ്മി, പോടാ. ഹലോ സുസ്മി, 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 ഹലോ, ഹലോ, ഹലോ. കട്ട് ചെയ്തിട്ട് പോയി അല്ലേടി.
ബാലചന്ദ്രൻ ഇപ്പോൾ ശാരികയില്ല, സുസ്മിതയും. എല്ലാത്തിലും കാരണം ആ വിഷ്ണു ശാലിനിയാ. നല്ലൊരു സമ്മാനം കൊടുക്കണ്ടേ അവർക്ക്. ചോര കാണുന്നതേ നല്ല ലക്ഷണവാ. വിഷ്ണുട്ടാ, ഇതെന്താ വാതില് തുറന്നിട്ടിരുന്നത്? ഞാൻ പൂട്ടിയിട്ടാണല്ലോ ഇറങ്ങിയത്. അതെ, ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാൻ പറഞ്ഞിട്ടേ കമലിന്റെ അമ്മയുടെ കയ്യിൽ ഞാൻ താക്കോൽ എടുത്തിരിക്കുന്നു. ഇവിടെ ഞാനുള്ളപ്പോ എന്തിനാ വിഷ്ണുട്ടാ? ഇന്ദുമതി അമ്മയ്ക്ക് ആസ്മയൊക്കെ ഉള്ളതല്ലേ. അതൊക്കെ അവർക്കൊരു സന്തോഷല്ലേ. അമ്മയ്ക്ക് സന്തോഷായിരിക്കും, പക്ഷേ എനിക്കത്ര സന്തോഷമില്ല. സ്വന്തം വീട്ടിലെ ജോലികള് അവനവൻ തന്നെ ചെയ്യണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. പൊന്നോ, ഒന്ന് നിർത്തുവോ? എടോ, പറ്റിപ്പോയി. ഇനി അത് ആവർത്തിക്കില്ല. പോരെ, ഇന്നൊരു നല്ല ദിവസമായിട്ട് അതിന്റെ മൂഡ് കളയല്ലേ. അതെ, ഇനി ആവർത്തിച്ച അച്ഛന് നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞേക്ക് കേട്ടോ. അതിനവള് ഉറങ്ങിയിരിക്കല്ലേ, എന്നെ തല്ലൂല്ല. മോളെ കൊണ്ട് കൊടുത്തു വാ. വാ അങ്ങോട്ട്. അതെ, എന്റെ കൊച്ചിന് നല്ല ഉറക്കം വരുന്നുണ്ടാവും. അതിന് കടത്തിക്ക്. വാ, ഇതിൽ കിടന്നോ. ഓ ഓ ഓ ഓ, പാർക്കുട്ടി ഉറങ്ങിക്കോ. ഓ, അച്ഛന്റെ കുട്ടി കുറച്ചേരം അവിടെ കിടക്കണേ. അച്ഛനും അമ്മയ്ക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒമ്പടോ, അമ്മയുടെ വാവയല്ലേ. അതെ, ഇയാള് പറഞ്ഞ പോലെ ഒരു യുദ്ധം ജയിച്ചു എന്ന് പറയാം. കുടുംബശ്രീ ഹോട്ടൽ തുറന്നു. ശാരികയ്ക്ക് ഇനി ബാലേന്ദ്രനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല. വിഷ്ണുവിന് ഇനി നടു നിവർത്തി തന്നെ സത്യഭാമയുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യാം. ദേ, എല്ലാത്തിനും നന്ദി പറയേണ്ടത് ഇയാളോടാ. ഇയാള് കാരണമല്ലേ എനിക്ക് റേസിൽ പങ്കെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായത്. അതെ, ഇയാളൊന്ന് കണ്ണടച്ചേ. അതെന്തിനാ? കണ്ണടക്കടോ. ഒന്നില്ലെങ്കിൽ ഞാൻ റേസിംഗ് ചാമ്പ്യൻ അല്ലേ. കണ്ണടക്കി. ആ ശരി, അടയ്ക്കാം. പിന്നെ ഞാൻ പറയാതെ കണ്ണുറക്കരുതേ. ആ ഇല്ലെന്നേ. പോവാണോ? അതെ, എന്തിനാ എന്നെ ഇവിടെ കണ്ണടച്ച് നിർത്തിയിരിക്കുന്നത്? എന്തെങ്കിലും കള്ളത്തിരൊപ്പിക്കാനാണോ? അല്ല, ഇപ്പൊ തുറക്കാം. ഇയാളാ കൈ രണ്ട് മുന്നോട്ട് നീട്ട്. അയ്യേ, ഇങ്ങനെയല്ല, തിരിച്ച്. ഇനി ഇയാൾ കണ്ണു തുറന്നോ. എന്താ വിഷ്ണുട്ട ഇത്? തുറന്നു നോക്ക്. ആഹാ, അയ്യോ. സാരിയോ? ഇതെനിക്കാ? ഹേ, ഇതെന്തിനായിരുന്നു ഇപ്പൊ? അതെ, ഇപ്പൊ എന്നതല്ല, ഇന്നെന്നുള്ളതാ പ്രധാനം. ശാലിനിയും വിഷ്ണു ജയിച്ചു തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാ. ഈ ദിവസം എന്നും ഓർമ്മയുണ്ടാവാൻ വേണ്ടിയാ ഇങ്ങനൊരു സമ്മാനം. പക്ഷേ ഇപ്പോ ഞാനിത് കൊടുക്കാന്ന് പറഞ്ഞ ഇപ്പോഴൊന്നും കൊടുക്കാനല്ല, സൂക്ഷിച്ചു വെച്ചോണം. ദേ, ഇത് കൊടുക്കേണ്ടതേ ഇയാള് ജില്ലാ കളക്ടർ ആവുന്ന ദിവസാ. ആകും വിഷ്ണേട്ടാ, ശാലിനി കളക്ടർ ആവും. ഈ താങ്ങ് എന്നും എനിക്ക്
എനിക്കൊപ്പം ഉണ്ടായിരുന്നാ മതി. ഇപ്പൊ ഈ മനസ്സിലെ സങ്കടങ്ങളെല്ലാം നീങ്ങിയില്ലേ? ഇനി സിവിൽ സർവീസ് മാത്രം മനസ്സിൽ വെച്ച് പഠിച്ചു തുടങ്ങണം. കേട്ടാ? ഇല്ലെങ്കിൽ ഒരൊറ്റ പെട തരും. പോടുന്നു. എല്ലാവരും സന്തോഷത്തില്ല വിഷ്ണുവേട്ടാ. അമ്മയും ശ്യാമയും കുടുംബശ്രീ ഹോട്ടലിലെ ജോലിക്കാരും പതിവാരും ഒക്കെ. വിഷ്ണുവേട്ടൻ റേസിൽ ജയിച്ചാല് ഒരു പക്ഷെ സത്യമ്മ പോലും ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷെ സന്തോഷം ഉണ്ടാവുമെന്ന് കരുതിയ ഒരു മുഖത്ത് മാത്രം ഇന്നത് കണ്ടില്ല. ശാരികേച്ചി രാജീവ് സാറ് വിട്ടുപോയതോടെ എന്റെ അമ്മയുടെ വിധി തന്നെയായല്ലോ വിഷ്ണുവേട്ട ശാരികേച്ചിക്കും. പത്മാവതി അമ്മേ, നിങ്ങളോടാ വരാൻ പറഞ്ഞത്. സത്യം പറഞ്ഞ സരോജം, എനിക്ക് പേടിയാ. അങ്ങനെ പേടിച്ച് മാറി നിന്നാ ഇത്രയും നാള് പോയത്. ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് സത്യാമ്മ ഇതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. ചൈന കോളനിയിലെ പെണ്ണുങ്ങളത് പറയിക്കും. വാ. സരോജം, അത് വേണോ? സരോജം, ഇങ്ങോട്ട് വാ പത്മാവതി. വേണ്ട സരോജം. ഞാൻ ഇവിടെന്നോ? സരോജെ, ഇത് വേണ്ടെന്നാ ഞാൻ. പത്മാവതിയമ്മേ, ഇനി മിണ്ടിയ ഓടിച്ച് നിങ്ങളുടെ ചെവിക്കല്ല് പൊട്ടിക്കുന്നത് ഞാനായിരിക്കും. ഇത് ഞങ്ങള് കൈകാര്യം ചെയ്തോളാം. രത്നം, വിളിക്കവരെ. സത്യാമ്മേ. അയ്യടാ സത്യാമ്മേ. അവരുടെ മുന്നിൽ പിച്ച തണ്ടാനല്ല നമ്മള് വന്നത്. ഒന്ന് ഉറച്ചു വിളിക്കണം. പങ്കി, നീ വിളിക്ക. സത്യഭാമേ. ഛേ, അങ്ങോട്ട് മാറി നിൽക്കുന്നല്ലേ. സത്യഭാമേ. ആരാടോ അത്? അയ്യോ, ഇടിവണ്ടി. അവളെ ഇങ്ങ് പിടിച്ചോ. എടി, നിക്കടി അവിടെ. നിക്കാനാ പറഞ്ഞ നിന്നോട് അവിടെ നിക്കാനാ പറഞ്ഞ. നിക്കടി അവിടെ നിക്കാനാ പറഞ്ഞ നിന്നോട് അവിടെ നിക്കടി. നിന്നോട് അവിടെ നിക്കാനാ പറഞ്ഞ. നിക്കടി അവിടെ. കാണിച്ചു തരാം. നിക്കടി അവിടെ. എന്തോടെ ഇതൊക്കെ? ചന്ദ്രയാൻ പോലെ എന്തോ ആണെന്ന് തോന്നുന്നു സാറേ. പല പല ഭാഗങ്ങൾ പിന്നാലെയുണ്ട്. സത്യഭാമേ. എടോ, താൻ തോളിച്ചിട്ട് ഇതൊന്ന് പിടിച്ച്. ഞങ്ങളെ ഇട്ട് ഓടിക്കരുത്. എന്താ ഇത്? സത്യഭാമേ, അവളെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നതാ നല്ലത്. അല്ലെങ്കിലേ ഞങ്ങളെ കേറി അങ്ങ് നിരങ്ങുവേ. കോളനിക്കാരാ, പിന്നീട് നാറിന്ന് പരാതി പറയരുത്. എടാ പിള്ളേ, എന്താണ് ഇതൊക്കെ? ആരാ നിങ്ങളൊക്കെ? ഞങ്ങളെ ആരെ സാറിന് മനസ്സിലായില്ലെന്ന് വരും. പക്ഷേ ഈ നിൽക്കുന്ന സ്ത്രീയെ അറിയോന്നൊന്ന് നോക്ക്. ഇവരുടെ മകൻ എവിടെയെന്ന് നിങ്ങളുടെ ഭാര്യ സമാധാനം പറയേണ്ടി വരും. ഇപ്പോ ഇവിടെ വലിയ കൊമ്പത്തിരുന്ന് ന്യായാന്യായങ്ങൾ തീർപ്പാക്കുന്ന ആളല്ലേ അവരല്ലേ ഇവരുടെ മകനും ആ പ്രാന്ത് പിടിച്ച പെണ്ണുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതും നടത്തിയതും. എന്നിട്ട് നിങ്ങളുടെ മോളുടെ പൂജയെന്നോ പൊലകുളിയെന്നോ ഒക്കെ പറഞ്ഞ് പഞ്ചകൈലാസത്തിലേക്ക് പറഞ്ഞയച്ചു. തിരിച്ചു വന്നപ്പോ
നിങ്ങളുടെ കൊച്ചു മലക്കിടപ്പ്. ഞങ്ങളുടെ കൊച്ചിനെ കാണാനുമില്ല. നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് വേണ്ടായിരിക്കും, പക്ഷേ ഞങ്ങളുടെ കൊച്ചിനെ വേണ്ടാന്ന് വെക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അക്കാര്യം ചോദിച്ച് പത്മാവതി ഇവിടെ പലവട്ടം പട്ടിയെ പോലെ കേറി ഇറങ്ങിയിട്ടുണ്ട്. സത്യാമ്മ കൊണ്ട് തരൂന്നും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞവരുടെ വായിലിപ്പ പഴം. ഇതങ്ങനെ പറ്റില്ല സാറേ. ഞങ്ങള് ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്ക് ഇന്ന് ഇതിനൊരു തീരുമാനം അറിയണം. അല്ല, പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പിന്നെ വേറെന്ത് ചെയ്യാനാ? എടി, അവിടെ നിൽക്കാനൊന്നും ചെയ്യല്ലേ. നീ ഓടുന്നേ. പിടിക്കവളെ. അവിടെ നിൽക്കണം. പിടിക്ക. നിക്കടി. ശരി, അവിടെ നിക്കവളെ. അവിടെ അഹങ്കാരി. ഇങ്ങോട്ട് കൊണ്ടുവടി. നടക്കടി അങ്ങോട്ട്. ഇങ്ങോ കൊണ്ടുവാ. അടങ്ങിയതില്ലടി. പോലീസ് അന്വേഷണമൊക്കെ നടന്നോട്ടെ. അടങ്ങിയതില്ലടി. പഞ്ചകൈലാസത്തിൽ എന്താ നടന്നെന്ന് ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയടി, പറയടി. ഈ മുറ്റത്ത് വെച്ച് തന്നെ പറയടി. നിന്നെ കൊണ്ട് ഇന്ന് ഞങ്ങള് പറയിപ്പിക്കൂടി. പറയടി. പാവപ്പെട്ട ഈ അമ്മയോട് അവരുടെ മകനെ നീ എന്താ ചെയ്തതെന്ന് നീ തന്നെ പറയുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതാ. അത് ഇപ്പൊ ഇവിടെ വെച്ച് നിന്റെ ഭാമാന്റി ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിൽ വെച്ച് നീ തുറന്നു പറയും. പിന്നെ നിന്നെ പോലീസിന് കൊടുക്കണ പരിപാടി ഞങ്ങൾ ഏറ്റു. പറയടി. പറയാൻ പറയടി. രോഹിത്തിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നീ പറയില്ലടി. പറയിപ്പിക്കും ഞാൻ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് അറിയടി. തൊട്ടുപോകരുത് അവളെ. തൊട്ടുപോകരുത്. ആന്റി, വാ. ഉള്ളതാ സത്യാമ്മേ. എന്റെ മോനെ ഇവളുടെ കൈകൊണ്ട് കൊന്നു തള്ളിതാന്ന് ഇവൾ എന്നോട് പറഞ്ഞതാ. പത്മാവതി, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞു. ഇവരെയും കൊണ്ട് ഈ ഗേറ്റിനുള്ളിൽ കാല് കുത്തിയ നിമിഷം ഞാനും നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. സത്യാമ്മേ, ദേ, ഈ നാടിനും ചൈന കോളനിക്കും ഒക്കെയായി ഒരു നാഥയുള്ളൂ, ഈ സത്യഭാമ. എന്റെ മകളെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ടോ എന്നത് നിങ്ങളുടെ വിഷയമല്ല. പക്ഷേ നിങ്ങളുടെ മകനെക്കുറിച്ചുള്ള എല്ലാ അന്വേഷണവും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. സത്യാമ്മേ, അവന് വേണ്ടിയേ ഇനി ചെറുവിരൽ അനക്കില്ല ഈ സത്യഭാമ. മാപ്പാക്കണം സത്യാമ്മേ. അറിവുകേട് കൊണ്ട്. പത്മാവതി, 5 മിനിറ്റ് തരും നിങ്ങൾക്ക് ഈ ഗേറ്റ് കടന്നു പോകാൻ. അത് കഴിഞ്ഞ എനിക്ക് പകരം സംസാരിക്കുന്നത് ദേ ഈ പിസ്റ്റൾ ആയിരിക്കും. അയ്യോ എന്റെ ഭഗവതി, എന്റെ പൊന്നു മോനെ.
നിങ്ങളോട് എഴുന്നേറ്റ് പോകാനോ പറഞ്ഞത്? നിങ്ങളെ പോലൊരു സ്ത്രീയുടെ ചോര വീണ് ഈ മുറ്റം വൃത്തികേടാവുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കെന്റെ മകനെ തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടപ്പെടും. മകനെ കാണാതെ അലഞ്ഞുകൊണ്ട് തന്നെയാവും നിങ്ങളുടെ ചാവ്. ഒരമ്മയുടെ ശാപമായത്.